പ്രോപ്പറായിട്ടുള്ള ആക്ടിവിറ്റീസ് തിരിഞ്ഞു വരും. അതിൽ യാതൊരു കാരണവശാലും അതിന് യാതൊരു കോൺഫ്ലിക്റ്റും ഉണ്ടാകത്തില്ല. ഒരു കോൺഫ്ലിക്റ്റും ഉണ്ടാകത്തില്ല. ആ ഞാനുമായിട്ടുള്ള അസോസിയേഷനാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്. ഇത് പലതുമായിട്ട് ഞാനുമായിട്ടുള്ള അസോസിയേഷന് പകരം ശരീരം വേറെ പലതുമായിട്ട് അസോസിയേറ്റ് ചെയ്യിപ്പിക്കും. അവിടെയാണ് ഈ പ്രോബ്ലം എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ക്ലാരിറ്റി കിട്ടുകയില്ല. നമ്മൾ കുറേ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുക. ഞാനുമായിട്ടല്ലാതെ പല ഭാഗത്തോട്ട് തിരിയുന്നത് കൊണ്ട് ബോഡിക്ക് എപ്പോഴും സഫറിങ് ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ശരീരത്തിന് തന്നെത്താൻ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. കാരണം ശരീരത്തിന് ഒരിക്കലും ഇത് എൻ്റെ ശരീരമാണ്, ഇതിൻ്റെ സ്വരൂപം ഇന്നതാണ്, ഇതിങ്ങനെയാണ് നിൽക്കേണ്ടത്, അങ്ങനെ തന്നെത്താനൊരു തീരുമാനം ശരീരത്തിന് എടുക്കാൻ പറ്റത്തില്ല. ഇതിന് ഇന്നതാണ് വേണ്ടത് ഇതൊന്നും അറിയില്ല. ഇല്ല, പറ്റത്തില്ല. മനസ്സിലായ? അപ്പോൾ ഇതിനകത്ത് നമ്മളാണ് തീരുമാനം എടുപ്പിക്കുന്നത്. നമ്മളാണ് ശരീരത്തെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുന്നത്. ഞാനുമല്ല ശരീരത്തെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുന്നത്, നമ്മളാണ് എടുപ്പിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുകയാണ് ശരീരം ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കണം. നമ്മളെന്ന് പറയുമ്പോൾ ഓരോ വ്യക്തി അല്ലല്ല, വ്യക്തിയിൽ തന്നെ ഒരു വ്യക്തിയിൽ തന്നെയുള്ള ഒട്ടനവധി അനുഭവങ്ങളാണ് നമ്മളെന്ന് പറയണത്. വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുടെ ഐക്യമാണ് നമ്മളെന്ന് പറയണത്. വീണ്ടും അതിൻ്റെ അതീവ സൂക്ഷ്മ ഭാഗത്താണ് ഞാനെന്ന് പറഞ്ഞ ഭാഗം കാണുന്നത്. ഞാനെന്ന് പറയുമ്പോൾ അവിടെ വേരിയേഷൻസ് ഒന്നുമില്ല. അവിടെ ഒരു വേരിയേഷനും ഇല്ല. അവിടെ കോൺസ്റ്റൻ്റാണ്. ഐക്യം കോൺസ്റ്റൻ്റായി. മനസ്സിലായി? അപ്പോൾ അവിടെ ഒരു പർപ്പസ് വന്നു. എന്താണ് പർപ്പസ്? ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുക എന്നുള്ള പർപ്പസ് വന്നു. ടു സ്റ്റേ കണക്റ്റഡ് എന്നുള്ള. അതെ, അപ്പോഴൊരു പർപ്പസ് വന്നു. അപ്പോൾ അനുഭവത്തിനെ അനലൈസ് ചെയ്ത് ആ ഐക്യത്തിൽ എത്തിയാൽ മാത്രമേ ഈ ഞാനുമായിട്ടുള്ള ബന്ധം അവിടെ കൈ കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മളെന്ന് പറഞ്ഞ സ്റ്റേറ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് അതിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ നമ്മളാകാനുള്ള കാരണം ഞാനുള്ളത് കൊണ്ടാണ്. നമ്മളെന്ന് പറയുന്നത് ആ ഒരുമയിൽ എത്രത്തോളം നമുക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അതെ, ആ ഒരുമയിൽ വരണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഇല്ലേ, അതാണ് ഞാൻ. പിന്നെ ആ ഞാനുമായിട്ടുള്ള ബന്ധമാണ് പിന്നെ നോക്കുന്നത്. അത് നമ്മൾ അവിടെ ഡീഫോൾട്ടായിട്ടുണ്ട്. മനസ്സിലായി? അത് പോകുന്നില്ല. അവിടെ ഇതെല്ലാം ചേർന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളുണ്ട്, നിങ്ങളുമുണ്ട്, സർവ്വതുമുണ്ട്. ഇത് ആർക്കൊക്കെ വേണമോ അവർക്കെല്ലാം ആ ഭാഗത്തോട്ട് എത്താൻ പറ്റും. അപ്പം ഈ നമ്മളിൽ വരുന്ന ഡാമേജ് എന്ന് പറയുന്നത് ഈ ഐക്യം ഇല്ലാത്തതാണ്. അതായത് അനുഭവങ്ങളുടെ ഐക്യം അവിടെ ഇല്ല. എവിടെയൊക്കെ സംവേർ ഈ പഠിപ്പിച്ചതും ഈ ഗ്ലിച്ച് വന്ന് കയറിപ്പോയി ബോഡിയിൽ. അതെ, അപ്പം അത് ഒരുമിച്ചിരുന്ന് എടുത്ത് കളയാന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ ആരും പഠിച്ചു വന്നിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഇരിക്കുന്നവർ, ഇപ്പം ജീവിക്കുന്നവർ അതിനൊരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം കിട്ടത്തില്ല. പുസ്തകം എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയായിട്ട് സഹകരിക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? മറ്റൊരു വ്യക്തിയായിട്ട് സഹകരിക്കാത്ത വ്യക്തി മാത്രമേ പുസ്തകം എടുക്കത്തുള്ളൂ. ഏത് വ്യക്തിയും പുസ്തകം എടുക്കുന്ന ഏത് വ്യക്തിയും അവന് മറ്റൊരു കൂട്ടത്തിലുള്ളവരായിട്ട് സഹകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പുസ്തകം റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഐക്യത്തിലേക്ക് എത്താൻ ഒരു വഴിയില്ല അവിടെ, ഒരു കാരണവശാലും ഇല്ല. കാരണം ബേസിൽ തന്നെ ഡിഫറൻസസ് കൊണ്ടുവന്നു. അതെ, അത് ഒരു വ്യക്തിയായിട്ട് സഹകരിക്കാൻ പറ്റാത്തത് എൻ്റെ ദുരാഗ്രഹങ്ങൾ കൊണ്ടാണ്, ദുർമോഹം കൊണ്ടാണ്. മനസ്സിലായ? അപ്പം പിന്നെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ തന്നെത്താനാണ് തീരുമാനം എടുക്കണം. എന്നിട്ട് പുസ്തകം വായിച്ചിട്ട് തന്നെത്താൻ ഇതെനിക്ക് പറ്റിയതാണ്, ഞാൻ ഇങ്ങനെ പോകത്തുള്ളൂ. കാരണം മറ്റൊരാളുമായിട്ട് ഉള്ള വിയോജിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പുസ്തകം വായിച്ചൊരു യോജിപ്പ് ഉണ്ടാക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് ഒരു ധാരണയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പുസ്തകം എടുത്ത് വായിക്കുന്നത്. നമ്മുടെ ബുദ്ധി മാറ്റി വെച്ചിട്ട് യോഗ്യതയിലോട്ട് എത്താനുള്ള ശ്രമങ്ങളാണ് തന്നെത്താൻ നിഷേധിക്കുന്നത്. കാരണം അനുഭവത്തിൽ മാത്രമേ ഒരുമിക്കാൻ പറ്റുള്ളൂ.
അത്രയേ ഉള്ളൂ. ബുദ്ധിയിൽ പറ്റൂല. ബുദ്ധിയിലൊരു അപ്പൊ പിന്നെ ഒരു പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ട് ഹൗ ദർ ഇസ് എ കമ്മ്യൂണിറ്റി ക്രിയേറ്റഡ്, എങ്ങനെയാണ് അത്? ഇല്ല, കമ്മ്യൂണിറ്റി ഇല്ല അവിടെ. കുറെ ആൾക്കാർ ഞങ്ങളെല്ലാരും മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ ഇന്ന മതക്കാരാന്ന് പറഞ്ഞ് എന്ന് നടക്കുന്നുണ്ടല്ലോ. പറയാൻ വേണ്ടിയിട്ട് അവർ കിടന്ന് പാടുപെടുകയാണ്. അവര് നശിച്ചുകൊണ്ടിരിക്കുക. അതെ, ഞാൻ ഇന്നതാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് പാടുപെടുകയാണ്. അല്ലാണ്ട് കഷ്ടപ്പാടല്ലാണ്ട് വേറെ ഒന്നും അതിനകത്തില്ല. മനസ്സിലായോ? കഷ്ടപ്പാടും ദുഃഖവും രോഗവും ദുരന്തവും അല്ലാണ്ട് വേറെ ഒന്നും അതിനകത്തില്ല. അതവർക്ക് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. കാരണം എല്ലാവരും പരസ്പരം തുടലിട്ട് കെട്ടിയിരിക്കുക, കഴുത്തെ കയറിട്ട് കുടുക്കിയിരിക്കുക. മനസ്സിലായോ? പരസ്പരം കെട്ടിയിരിക്കുക. കാരണം ഇങ്ങോട്ട് വലിഞ്ഞ് അപ്പം കഴുത്ത് മുറുകും. ആ രീതിയിൽ കെട്ടുണ്ടാക്കി വെച്ചിരിക്കുക. അതെ അതെ അതെ, ആ ഫോബിയ വർക്ക് ചെയ്യോടെ. അതെ. അപ്പം നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനം, നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും കപ്പാസിറ്റി ഉള്ളതുകൊണ്ടല്ലേ. അതിന് ക്ഷീണമില്ല. ക്ഷീണമില്ലാത്തൊരു സംഭവം നമ്മളെ ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്റ്റെബിലിറ്റി ഒന്നുമില്ലേ? അല്ലേ, നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്. ഇതിനകത്ത് തുടർച്ചയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭാഗം വന്നു. അത് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും അത് തെളിഞ്ഞ് പോകത്തല്ലേ ഉള്ളൂ. തെളിയാനല്ലേ പറ്റത്തുള്ളൂ. തെളിമ ഇല്ലാത്ത ഭാഗം എന്ന് പറയുന്നത് ഈ തുടർച്ചയിൽ നമുക്ക് എത്താൻ പറ്റാത്തതാണല്ലോ. അതെ, നമ്മളെ നിരന്തരം ചലിപ്പിക്കുന്ന ശക്തി നമ്മളിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. തുടർച്ചയായിട്ട് നമ്മളെ ചലിപ്പിക്കുന്നത് എന്താണ്, അത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റും? നമ്മളെ നിരന്തരം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വഴി തെറ്റിക്കുന്നതിനെ കൃത്യമായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ അത് വകവെക്കാതെ നമ്മളതിന് വിട്ട് നിന്ന് കൊടുക്കുന്നു. എന്താണ് നമ്മളെ സ്ഥിരമായിട്ട് ചലിപ്പിക്കുന്നത്? ആ സ്ഥിരമായിട്ട് ചലിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ മറ്റൊരു കാര്യത്തിന് അവസരം കൊടുക്കുന്നു. എന്നിട്ടാണ് നമ്മൾ സഫർ ചെയ്യുന്നത്. അതിനെ സ്ഥിരപ്പെടുത്താൻ നോക്കുന്നതാണ് ഈ പ്രശ്നം മുഴുവൻ. അതെ, അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. മനസ്സിലായോ? ഫുൾ എഫേർട്ട് എടുക്കുകയാണല്ലോ. എഫേർട്ട് എടുക്കും തോറും പിന്നെയും ശ്രദ്ധ മാറിപ്പോവാണ്. അതെ, ഇപ്പോൾ ഒരാൾ കള്ള് കുടിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ കള്ള് കുടിക്കില്ല, പക്ഷേ ഫോക്കസ് മുഴുവൻ കള്ളിലേക്കാണ് പോകണേ. അതെ, ഇതേ സെയിം സാധനം വർക്ക് ചെയ്യുന്നത്. അതെ, സ്ഥിരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കള്ള് എങ്ങനെയാണ് കയറി വരുന്നത്? അവിടെ കള്ള് ഞാൻ കുടിക്കലെന്നുള്ള തീരുമാനം വേണ്ട. സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന അവസ്ഥക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ സ്ഥിരതയില്ലാത്ത സംഭവങ്ങൾ വിട്ടുപോയല്ലേ പറ്റത്തുള്ളൂ. അതായത് ഇഷ്ടമില്ല എന്ന് പറയണേലും ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതെ, എനിക്കത് ഇഷ്ടമില്ല, ഞാൻ ചെയ്യത്തില്ലെന്ന് പറയുന്ന ഭാഗം ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതെ, ഒഴിവാക്കാൻ പറ്റത്തില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്നത് കളർഫുള്ളാണ്. നമുക്ക് ഏറ്റവും റിച്ച്നെസ് ബ്ലാക്ക് ആൻഡ് വൈറ്റില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ സമാധാനം വരുന്നത്. മറ്റേതെല്ലാം നമ്മളെ സ്വാധീനിക്കും. അതെല്ലാം ശരീരത്തിൻ്റെതാണ്. അപ്പോൾ ശരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നല്ല കളർക്ക് പോണത്. കളർ ഡീൽ ചെയ്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സ്ഥിരത ഉള്ളത്.
അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് യൂണിഫോമിറ്റി ഉള്ളത്. പക്ഷെ ഇവിടെ പഠിപ്പിച്ച അങ്ങനല്ല, ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലേക്ക് അങ്ങനെ പോവാണല്ലോ, അൺലിമിറ്റഡ്. ആ, അവിടെ അത് ശരീരത്തിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴാണ് കളേഴ്സ് വരുന്നത്. മനസ്സിലായി? ശരീരത്തിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ കളേഴ്സ് വരും, വെറൈറ്റീസ് വരും. ആത്മാവിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും വെറൈറ്റീസ് ഇല്ലാണ്ടാവും. മനസ്സിലായി? നമ്മുടെ ഉള്ളിലോട്ട് അടുക്കും തോറും വെറൈറ്റീസ് കുറഞ്ഞു വരും. മനസ്സിലായി? പുറത്തോട്ട് വരുമ്പോൾ വെറൈറ്റീസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. കളേഴ്സാണ് കളർഫുള്ളാണെങ്കിൽ വണ്ടർഫുള്ളല്ല. മനസ്സിലായി? വണ്ടർഫുൾ ആകണമെന്നുണ്ടെങ്കിൽ കളേഴ്സൊക്കെ മിനിമൈസ് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് എത്തി. ശ്രദ്ധിച്ച് നോക്കി. അതെ അതെ, 01 അത് ബോഡി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? ശരീരം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? അത് ശ്രദ്ധിക്കണ്ടേ? അതെ, ഇത്രയേ ഉള്ളു കാര്യം. പക്കാ സിമ്പിളാണ്, പക്കാ പെർഫെക്റ്റാണ്. നമ്മളെന്ന് പറയുന്ന അവസ്ഥ അതൊന്ന് നമ്മളോടൊന്ന് പറയാം. ആ ഭാഗം എങ്ങനെയാണ് നമ്മൾ തെളിച്ചെടുക്കുക, അല്ലെങ്കിൽ ആ ഭാഗത്തിൽ എങ്ങനെയാണ് നമ്മളൊരു ഐക്യം കൊണ്ടുവരുന്നത്? ആക്ടിവിറ്റീസ് എന്തിനാണ്? ആക്ടിവിറ്റീസ് എന്തിനാണ്? നമ്മളായിട്ട്, അതായത് ശരീരത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ടാണ് ആക്ടിവിറ്റീസ്. ശരീരത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ് ആക്റ്റീവ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണം, എനിക്ക് ഇങ്ങോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഐക്യം ഉണ്ടാകത്തില്ല. എനിക്കത് ചെയ്യാൻ തോന്നുന്നു, ഉടനെ ഞാൻ അങ്ങോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല. 01 എപ്പോഴും എവിടെയും പ്രോപ്പർ ആവണം. 01 നമ്മൾ ആരൊക്കെയുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല? എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പോകണം, അങ്ങനെ പോവുക. ഒരിക്കലും ഐക്യം ഉണ്ടാകത്തില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടോ? അതല്ലേ ഐക്യം. അല്ല, അപ്പോൾ ഈ പോകുന്നൊരു ഭാഗത്തും പിന്നെ അവിടെ ആ തിരിച്ചറിവിൻ്റെ ഭാഗത്ത് പോയിട്ട് തിരിച്ചു വരുന്നൊരു ഭാഗമില്ല. എന്തിനാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ 4 പേരുണ്ട്. 4 പേരുണ്ടെങ്കിൽ 4 പേരും കൂടി ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഭാഗം നോക്കുക. ഇതിനകത്ത് ഞാൻ മാത്രം നിൽക്കുന്നു, എനിക്ക് മാത്രം കുറച്ച് തെളിച്ചുകൊണ്ട് എന്ത് കാര്യത്തിനാണ്? എന്നാൽ ചില ടെസ്റ്റൊക്കെ അടിക്കേണ്ടി വരില്ല. അല്ലേ, ആ ടെസ്റ്റ് അടിക്കണം തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യുക. എന്തിനാണെന്ന് തന്നെ അറിയും. അതെ, ചെയ്യും പറയും. അത് 4 പേരും കൂടി ഒരുമിച്ചായിരിക്കും. മനസ്സിലായ? അപ്പം 4 പേർക്കും അറിയാം ഒരാൾ ഓക്കെ ഇന്ന കാര്യം കൊണ്ടാണ് ഒരാൾ പോയത്. അതിന് കൃത്യമായിട്ട് അറിയാം. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഒരാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഒരു ഭാഗമാണെങ്കിൽ അത് അവിടെ ഓറിയൻറ്റേഷൻ കിട്ടത്തില്ല. മനസ്സിലായോ? എനിക്ക് മാത്രമായിട്ട് ഒന്ന് പോകണം എന്നൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ അത് മിസ്റ്റേക്കാണ്. 01 മാറിയിട്ടാണ്. അതെ, അല്ലാണ്ടൊരു പോക്കില്ല. മനസ്സിലായോ? എനിക്ക് മാത്രമായിട്ടൊരു പോക്കില്ല. മനസ്സിലായോ? അങ്ങനെ 4 പേരും കൂടി ഒരുമിച്ച് നിൽക്കാൻ ഉള്ള ഭാഗമാണെങ്കിൽ ആ 4 പേരെയും ശ്രദ്ധിക്കുന്ന ഭാഗം, അതിൽ ഒരാളെ ശ്രദ്ധിക്കാതെ കൂട്ടത്തിലുള്ള ഒരാളെ കളിയാക്കുക, എങ്ങനെയാണ് അയാൾ ഡിസ്റ്റർബ്ഡ് ആകുന്നത് എങ്ങനെയാണെന്ന് ഒരുമിച്ചിരുന്ന് പരിശോധിക്കുകയും. മനസ്സിലായോ? 4 പേരായിട്ട് ഒരുമിക്കുന്ന ഭാഗമാണ്. 4 പേരാണെങ്കിൽ ആ 4 പേരായിട്ട് ഒരുമിക്കണം. മനസ്സിലായി? ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ വീട്ടിലുള്ള 4 പേരായിട്ട് ഒരുമിക്കണം. അതാണ് കമ്മിറ്റ്മെൻ്റ്. അതാണ്. അപ്പോൾ ഓരോരുത്തരും ഒരുമ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതാണ് അവിടുത്തെ റിച്ച്നെസ്. അതാണ്. അങ്ങനെ നടക്കത്തുള്ളൂ. അപ്പോഴാണ് പ്യൂരിഫിക്കേഷൻ വരുന്നത്. 5 പേരുണ്ടെങ്കിൽ 5 പേരും ഒരുമിക്കണം. മനസ്സിലായോ?
എന്നുവെച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങൾ വരണം അവിടെ. അതുകൊണ്ട് എനിക്ക് മാത്രം രഹസ്യമാണ്, ഞാൻ ആരോടും പറയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറല്ല. ഇതിനകത്ത് 1 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യം അത്രേ ആ കുട്ടി ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ കെന്നുണ്ട്. കെന്നിൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? അത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല. ഓരോരുത്തരും അവരുടെ കപ്പാസിറ്റിയെ, കെന്നിൻ്റെ കപ്പാസിറ്റി അറിയും, നമ്മൾ അറിയിച്ചു കൊടുക്കണ്ട. മനസ്സിലായി? നമ്മൾ നമ്മുടെ കപ്പാസിറ്റി നിൽക്കുമ്പോൾ കെന്നിൻ്റെ കപ്പാസിറ്റിയിൽ നിൽക്കും. ജെനിയുടെ കപ്പാസിറ്റി നിൽക്കും, ഷാഫിയുടെ കപ്പാസിറ്റി നിൽക്കും. ഞാനെൻ്റെ കപ്പാസിറ്റി, എൻ്റെ കപ്പാസിറ്റിയിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് പരിശോധിക്കാം. എനിക്ക് പരിശോധിക്കാൻ പറ്റുന്നത് എന്താണ്? ഞാൻ എൻ്റെ കപ്പാസിറ്റിയിലാണ്. അത് നോക്കിയാൽ പറയാം. അവിടെയല്ലേ ഷെയറിങ്? എൻ്റെ ക്ലാരിറ്റിയിലാണ് ഞാൻ. അപ്പോൾ എല്ലാവരും കൂടിയുള്ള ഐക്യത്തിൽ എന്തെല്ലാം ഉണ്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. അത് റെസ്പെക്റ്റ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. എല്ലാവരും എടുക്കുന്നതാണ്. എല്ലാവരും എടുക്കുന്നതാണെങ്കിൽ എല്ലാവർക്കും അത് കിട്ടുന്ന അവിടുത്തെ കോമൺ സെൻസ് എന്താണ്? ഞാൻ ഇപ്പോഴും പറയുന്ന അടുക്കളയിലെ കാര്യമാണ് പറയുന്നത്. കാരണം അടുക്കളയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾക്ക് ഇപ്പോഴും വൃത്തി വേണം. അത് എപ്പോൾ ചെന്നാലും എല്ലാവർക്കും വൃത്തി എന്താണ്? എപ്പോൾ ചെന്നാലും എല്ലാവർക്കും ആക്സസബിളാണ്. എവിടെയാണ് അത് വെച്ചിരിക്കുന്നത് അവിടെ തന്നെ തിരിച്ചു വെക്കുന്നത്. അതാണ് മാന്യത എന്ന് പറയുന്നത്. എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ എടുത്ത് ചുട്ടേച്ചും പോകും. അത് മാന്യതയില്ലാത്തതാണ്. ആരും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. ആരെയും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്യുന്നേ. അങ്ങനെയല്ല. അപ്പോൾ ഒരിക്കലും പരസ്പരം നല്ല ബന്ധം ഉണ്ടാകത്തില്ല. ഒരിക്കലും ഉണ്ടാകത്തില്ല. പക്ഷെ അവിടെയാണ് ബന്ധം തുടങ്ങുന്നത്, അടുക്കളയിലാണ്. മനസ്സിലായി? ഓരോ സാധനം എടുത്താൽ തിരിച്ച് അവിടെ തന്നെ വെക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ബാക്കിയുള്ള അംഗങ്ങളെയും അംഗീകരിച്ചെന്നുള്ളതാണ്. എനിക്കെൻ്റെ ഇഷ്ടത്തിന് ഞാൻ തോന്നിയെടുത്ത് വെക്കും. ഞാൻ എൻ്റെ ഇഷ്ടത്തിനേ പോകത്തുള്ളൂ. എന്നുവെച്ചാൽ ധിക്കാരിയാണ്, അഹങ്കാരിയാണ്. അതെ, ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല ആ വീട്ടിൽ, ഉണ്ടാകത്തില്ല. മനസ്സിലായി? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം നമ്മുടെ കൂട്ടത്തിലൊക്കെ ഞാൻ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ, ഇന്നതാണ് എന്ന് തെളിച്ച് പറയാൻ സാധിക്കണം. എന്നാൽ മാത്രമേ ഐക്യം ഉണ്ടാകത്തുള്ളൂ. ഞാനെന്താ ചെയ്യണമെന്ന് ആരും അറിയണ്ട, അല്ല എല്ലാവരും അറിഞ്ഞോളൂ. അങ്ങനെ അറിയത്തില്ല. നമ്മൾ തുറന്ന് പറഞ്ഞ് തന്നെ കൃത്യമായിട്ട്, മനസ്സിലായി? കൃത്യമായിട്ട് തുറന്ന് പറയണം. മനസ്സിലായി? പറഞ്ഞ് തെളിച്ച് തന്നെ കൊണ്ടുവരണം. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് അടുക്കള വൃത്തിയാക്കി ഇടണം? എന്തുകൊണ്ടാണ്? കാരണം അവിടെ നമ്മളുടെ തെളിച്ചത്തിന് വേണ്ടിയിട്ടാണ്. അത് എന്തിനാണെന്ന് കൂടി പറയണം. ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ട് അനുസരിച്ചോ? അങ്ങനെയല്ല. ഇതിങ്ങനെ ചെയ്താലേ നമുക്ക് ഒരുമയോടുകൂടി ഇരിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരുമയോടുകൂടി ഇരിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ. ഇത് ഒരാൾ വന്നേച്ചും അയാൾക്ക് ഇഷ്ടമുള്ള കുറേ ചാര്യം ചേച്ചും അയാൾ തോന്നിയ പോലെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടേച്ചും പോകുന്നു. അങ്ങനെയല്ല. അത് തിരിച്ച് അതിൻ്റെ പ്രോപ്പർ ഭാഗത്തോട്ട് അങ്ങനെ ആയിരിക്കണം. എന്നാലേ നമ്മൾ നമ്മളെ തിരിച്ചറിയത്തുള്ളൂ. അപ്പോഴാണ് നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നത്. ചിലപ്പോൾ ഒരാളിപ്പോൾ ഓരോ കാര്യം ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതും പോരാ പിന്നെ കുറ്റവും കൂടെ പറയുന്നു എന്നുള്ള ഭാഗം പറയുന്നത് കറക്റ്റായിട്ട്. അതെ, ഇതാണ് ഏറ്റവും വലിയ വൃത്തികേട്. ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ മൊത്തം വൃത്തികേടാക്കി ഇട്ടേച്ചും പോയി. അങ്ങനെയല്ല. മനസ്സിലായോ? അവിടെ ഭക്ഷണം ഉണ്ടാക്കി അത് വൃത്തിയായിട്ട് കഴിക്കുന്ന ഭാഗമാണെങ്കിൽ അത് വൃത്തിയോടുകൂടിയാണ് ചെയ്യുന്നത്, അല്ലേ? അതെല്ലാം ശ്രദ്ധയോടുകൂടി അത് കഴുകിയെടുത്ത് പാത്രങ്ങളെല്ലാം കഴുകി ഞാനിതെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വൃത്തികേടിന് എന്താണ് സാധ്യത? ഇതെല്ലാം ചെയ്യേണ്ടതല്ലേ? അത് ആര് ചെയ്താലും ഞാനിത് വകവെക്കുന്നില്ല, അറിയുന്നില്ലെങ്കിൽ അപകടം എന്താണ്? ഇങ്ങനൊരു ഭാഗം ഞാൻ ശ്രദ്ധിക്കുന്ന പോലുമില്ല. മനസ്സിലായി? ഞാൻ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നു.
ചെയ്യുമ്പോൾ അടുത്ത ആളും വന്ന് അതിൻ്റെ ഒപ്പം വന്ന് ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. മനസ്സിലായോ? തോന്നിയവാസം അല്ലാണ്ടാകുക എന്നുള്ളതാണ്. മനസ്സിലായി? അടുക്കള ഇതിൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. മനസ്സിലായോ? അടുക്കള എന്ന് പറയുന്നത് നമ്മൾക്ക് നല്ല ഇൻ്റലിജൻസ് തരുന്ന ഭാഗമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഫിസിക്കലി കുറേ കാര്യങ്ങൾ ഇടപെടുന്നൊരു ഭാഗമാണ് അടുക്കള. നമ്മുടെ ജീവിതമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡാണ്. മനസ്സിലായോ? അടുക്കളയിലാണ് സമാധാനത്തിൻ്റെ ആരംഭം. അടുക്കളയിലാണ് ശരിക്കും ജീവിതത്തിൻ്റെ ആരംഭം. അടുക്കളയിൽ നിന്ന് തുടങ്ങാം. അടുക്കള എങ്ങനെ കിടക്കുന്നു, അടുക്കള എങ്ങനെ ഇരിക്കുന്നു? അടുക്കും ചിട്ടയുള്ള അടുക്കളയാണെങ്കിൽ ആ വീട്ടിലെ അംഗങ്ങൾക്ക് സമാധാനമുണ്ട്. അടുക്കളയിലുള്ള ആൾ അടുക്കളയിൽ പ്രവർത്തിക്കുന്നു, വീട്ടിലെ എല്ലാ അംഗങ്ങളും അടുക്കളയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ വീട് ഐശ്വര്യമുള്ള വീടാണ്. മനസ്സിലായി? ഒരാൾ മാത്രമേ അടുക്കളയിൽ പ്രവർത്തിക്കുന്നെങ്കിൽ ആ വീടിന് ഒരിക്കലും അഭിവൃദ്ധി ഉണ്ടാകത്തില്ല. അംഗങ്ങൾ ഛിന്ന ഭിന്നമായി പോകും. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. അടുക്കളയിലെ എല്ലാ അംഗങ്ങളും സഹകരിക്കുന്നുണ്ടെങ്കിൽ ആ സഹകരണം എന്നും ഉണ്ടാകും. ഇതിൽ യാതൊരു സംശയം വേണ്ട. ഇത് അടുക്കളയിൽ സഹകരിക്കുകയല്ലെങ്കിൽ എന്നുവെച്ചാൽ അമ്മയുമായിട്ട് സഹകരണം ഉണ്ടെങ്കിൽ എല്ലാം തെളിയും. അമ്മയായിട്ട് നല്ല ബന്ധം. അമ്മ സ്കൂളിലൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് മോസ്റ്റ് മോഡേൺ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഈ മോസ്റ്റ് മോഡേൺ എന്ന് പറയുന്നത് ഒരിക്കലും മോഡേൺ അല്ല. അത് ഏറ്റവും പ്രാചീനമാണ്, ഏറ്റവും വൃത്തികെട്ടതാണ്. നമ്മളിവിടെ മോസ്റ്റ് മോഡേൺ എന്ന് പറയുന്നത് മോഡേൺ അല്ല. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത യാതൊരു മോഡേണൈസേഷനും ഇല്ലാത്ത അമ്മ, ആ അമ്മയാണ് റിയൽ മോഡേൺ. ആ അമ്മയാണ് റിയൽ മോഡേൺ. ആ അമ്മയിലാണ് നമ്മുടെ സർവ്വ സവിശേഷതകളും ഉള്ളത്. അതിൽ നിന്നാണ് നമ്മുടെ ബന്ധങ്ങൾ തെളിഞ്ഞു വരേണ്ടത്, ബന്ധം തെളിഞ്ഞു വരേണ്ടത്. കാരണം അടുക്കള വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഭക്ഷണം പാചകം ചെയ്യുന്നു, ശരീരം മുഴുവനും രൂപം കൊണ്ടത് ഈ ശരീരം മുഴുവനും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായതല്ലേ. അപ്പം ശരീരത്തെ അറിയേണ്ടത് എവിടെയാണ്? അടുക്കളയിലല്ലേ. ശരീരത്തെ അറിയേണ്ടത് അടുക്കളയിലാണ്. എന്താണ് കഴിച്ചത് കൊണ്ട് എൻ്റെ ശരീരത്തിൽ എന്ത് മാറ്റം ഉണ്ടായി? പാകപ്പെടുത്തിയവരെല്ലാവരും ഒരുമിച്ച് അങ്ങനെ ആയിരിക്കണ്ടേ? അവിടെയാണ് ഒത്തൊരുമ. ഇതൊരു ഇൻ്റലിജൻസാണ്. മനസ്സിലായോ? ഒത്തൊരുമയുടെ, ഐക്യത്തിൻ്റെ, സത്യസന്ധതയുടെ ഇൻ്റലിജൻസാണ്. അല്ലാതെ PhD എടുത്താണ്, റോക്കറ്റ് സയൻറ്റിസ്റ്റാണ്, എന്ത് കാര്യം? റോക്കറ്റ് സയൻറ്റിസ്റ്റാണ്, ഒരു കാര്യമില്ല, ഒരു ഗുണവുമില്ല. ഈ പാലവും കെട്ടിടങ്ങളെല്ലാം പണിതത് ആ വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല. ഈ പറയുന്ന ക്ലബ് ഹൗസിൻ്റെ ഫോർമുല ഉണ്ടാക്കിയ പുള്ളിയാണ്. നമുക്ക് ആവശ്യമില്ല, നമുക്കതൊന്നും വിഷയമില്ല. ക്ലബ് ഹൗസ് ഉണ്ടാക്കിയാലുണ്ട്, ഇല്ലെങ്കിലും ഇല്ല. ക്ലബ് ഹൗസ് ഇല്ലെങ്കിലും നമ്മുടെ പ്രവൃത്തി സജീവമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും, ഫലമുണ്ടാകുകയും ചെയ്യും. ഇതിനിടയിൽ ക്ലബ് ഹൗസ് കയറി വന്നു, നമ്മളതുകൊണ്ട് ഇടയിൽ ക്ലബ് ഹൗസ് വന്നുകൊണ്ട് ക്ലബ് ഹൗസിൻ്റെ ഇടയിൽ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിലാണ് വന്നത്. ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നോട്ടെ, നമുക്കെന്താ? ഇതെല്ലാം ഇടയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് നമ്മുടെ ജീവിതത്തിലോട്ട് ഇതൊരിക്കലും കടന്നു വരത്തില്ല. ജീവിതത്തിലോട്ട് ഒരു കാരണവശാലും ക്ലബ് ഹൗസ് കടന്നു വരത്തില്ല. ക്ലബ് ഹൗസിന് ഇടയിൽ നിൽക്കാനേ പറ്റത്തുള്ളൂ. എത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇടയിൽ നിൽക്കത്തേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഹൃദയത്തിലോട്ട് ഒരു ടെക്നോളജിയും കടന്നു വരത്തില്ല, വരാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും ടെക്നോളജി നമ്മുടെ ജീവിക്കുന്നതിൻ്റെ ഇടയിലോട്ട് അനുഭവത്തിൽ കടന്നു വരുമോ? വരത്തില്ല.
അപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എനിക്ക് എനിക്ക് ഒരു പൂ തന്നത് കൊണ്ട് എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ട്. നോക്കണം, അപകടം അവിടെയാണ്. എനിക്ക് അയാൾ പൂ തന്നു, അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ ആ വ്യക്തിയെ. എനിക്കൊരു മാല തന്നു, എനിക്ക് സാരി തന്നു, എനിക്ക് ഡയമണ്ട് തന്നു. ഇതൊക്കെയാണ് ഇഷ്ടത്തിന് കാരണമെങ്കിൽ ഉറപ്പാണ് നാശം. മനസ്സിലായോ? ഒരു സംശയം വേണ്ട. ഞാൻ കുറേ നാൾ ചെയ്തിരുന്ന വിഡ്ഢിത്തരമാണ്, മനസ്സിലായോ? എൻ്റെ ഭാര്യയുടെ സുഖത്തിന് വേണ്ടിയിട്ട് എവിടെ പോയാലും എൻ്റെ ഭാര്യയെ കയറിയെന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ എവിടെ ചെന്നാലും ഭയങ്കര പ്രിഫറൻസ് കൊടുത്ത് അവൾക്ക് അവളുടെ സൗകര്യത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. എന്തു പറ്റി? ഇവള് നശിക്കാൻ തുടങ്ങി. മനസ്സിലായോ? അവൾ നശിക്കാൻ തുടങ്ങി. അവളെ എല്ലാ വിധത്തിലും പൊന്നുപോലെ, മനസ്സിലായി, എൻ്റെ ഭാര്യയാണ് ഹൈ പ്രിഫറൻസ് കൊടുത്ത് കൊണ്ടു കിടന്നു. പക്ഷേ ഇവക്ക് ഗുണമല്ല ഉണ്ടായത്, ദോഷമാണ് ഉണ്ടായത്. അവൾക്ക് പ്രിഫറൻസ് കൊടുക്കേണ്ടത് അവളാണ്, ഞാനല്ല. മനസ്സിലായോ? ഇതാണ് സംഭവിച്ച ഭയങ്കര നാശമാണ്. സെൽഫ് റിയലൈസേഷൻ നടന്നില്ല. മനസ്സിലായോ? സെൽഫ് റിയലൈസേഷൻ നടന്നില്ല. പറ്റിയില്ല, അവസരം ഉണ്ടായില്ല. ഞാൻ ചെയ്തൊരു ഭയങ്കര വലിയ മിസ്റ്റേക്കാണ്. ഇപ്പം അത് തിരുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം നല്ല രീതിയിൽ തിരുത്തിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? ഗംഭീരമായിട്ട് തിരുത്തിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്തു? തിരുത്താൻ എന്ത് ചെയ്തു? ഭാര്യയുടെ അടുത്തുനിന്ന് മാറിക്കളഞ്ഞു. ഈ ചെയ്ത തെറ്റ് തിരുത്താനുള്ള ഏക മാർഗം, മനസ്സിലായോ? അവളുടെ അടുത്തുനിന്ന് മാറി. അതിനുള്ള സൗകര്യം എനിക്കുണ്ടായിരുന്നു. മനസ്സിലായോ? അവളോട് ഞാൻ ചെയ്ത തെറ്റ് തിരുത്താനുള്ള മാർഗം ഇതാണ്. എൻ്റെ ഭാഗത്ത് ഇങ്ങനെയാണ്. ഇതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലായോ? എല്ലാവരും ഉടനെ അവർ തെറ്റ് തിരുത്താൻ ഭാര്യനെ ഉപേക്ഷിച്ച് പോവുക, ഭർത്താവിനെ ഉപേക്ഷിച്ച് പോവുക, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തരും അത് കണ്ടെത്തി മനസ്സിലാക്കി ചെയ്യണം. ഇപ്പം കെന്നുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയൊക്കെ എററുണ്ട് അത് കണ്ടെത്തി അത് ക്ലിയർ ചെയ്യും. ഇപ്പം ഷാഫിയായിട്ടുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും എററുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യും. മനസ്സിലായി? ബന്ധത്തിൽ ഒരിക്കലും എററുണ്ടാകരുത്. അത് എവിടെയാണ് വരുന്നത്? എന്തോ എററെന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ഇല്ലാത്തത്. അതെ, നമുക്ക് ആ വ്യക്തിയുമായിട്ട് ഇപ്പം ശരത്തിനോട് ഞാൻ പറയുന്നത് ശരത്തിന് മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നില്ലെങ്കിൽ അവിടെ എറർ വന്നില്ലേ? ശരത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരത്തൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല, അവിടെ ഒരു ഗ്ലിച്ച് ഉണ്ടായിരുന്നു, നെറ്റ് ക്ലിയർ അല്ലായിരുന്നു, അപ്പോൾ ശരത്തെ കേട്ടില്ല കേട്ടാ, അല്ലേ? എറർ റെക്ടിഫൈ ചെയ്തില്ലേ? ഓക്കെ, അടുത്തത് എന്ത് ചെയ്യും? ശരത്ത് പറഞ്ഞു. അപ്പോൾ ശരത്ത് എന്താണ് പറഞ്ഞത്? അടുത്തത് എനിക്ക് കൃത്യമായിട്ട് കേൾക്കാൻ സാധിച്ചു, പക്ഷെ അനുഭവിക്കണ്ടേ? കാരണം ശരത്തിന് എന്തിനാണ് ശരത്ത് പറയുന്നത്? ശരത്തിൻ്റെ അനുഭവത്തിൽ തുടരാനാണ് ശരത്ത് പറയുന്നത്, അല്ലേ? അല്ലാണ്ട് ശ്രദ്ധിക്കണേ, എന്തിനാണ് ശരത്ത് പറയുന്നത്? ശരത്തിന് 100 രൂപ കൂടുതൽ ഉണ്ടാക്കാനല്ല, അതിനല്ല നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്. അതിനാണെങ്കിൽ അത് കൃത്യമായിരിക്കണം. 100 രൂപ എങ്ങനെ കൂടുതൽ ഉണ്ടാക്കാം അത് പറഞ്ഞു കൊടുക്കണം, അല്ലേ? അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് ബന്ധത്തിൻ്റെ കാരണമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. കഴിഞ്ഞു. അവിടെ ആ ഭാഗത്ത് കോൺഫ്ലിക്റ്റ് വരാൻ പാടില്ല. അത് കൃത്യമായിരിക്കണം. ഇപ്പം ഇവിടെ കുറേ സ്ത്രീകൾ വരുന്നു. ഓക്കെ, അവർ വരുന്നത് എന്തിനാണെന്ന് അവരാണ് പറയേണ്ടത്. എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകേണ്ടത്? എന്താണ് എൻ്റെ ഉത്തരവാദിത്വം? എന്താണ്? ഒരു കാരണവശാലും
അവരെന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് യാതൊരു മാറ്റം വരുത്താനുള്ള അധികാരം എനിക്കില്ല. നമ്മൾ മറ്റൊരാളായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ആൾ ഇപ്പോൾ ശരത്ത് ആയിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ശരത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ശരത്തിനെ അറിയുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റാനുള്ള ഒരു അധികാരവും എനിക്കില്ല. ഉണ്ടാ? അതായത് ശരത്തിൻ്റെ വോയിസ് ഞാൻ കേട്ടു, അതുകൊണ്ട് ശരത്ത് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാനുള്ള റൈറ്റ് എനിക്കില്ല. അതായത് എൻ്റെ ആത്മസുഖത്തിനായിട്ട് ആചരിക്കുന്നത് അപരന് അസുഖമാകരുത്, അല്ലേ? അപ്പം ശരത്തിൻ്റെ വോയിസ് ഞാൻ കേട്ടു, ശരത്തിൻ്റെ വോയിസ് എന്നിൽ എന്ത് മാറ്റമുണ്ടാക്കുന്നു അത് ഞാൻ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്നു, അല്ലേ? ഇതല്ലേ എൻ്റെ റെസ്പോൺസിബിലിറ്റി, അല്ലേ? അപ്പം ശരത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടതുകൊണ്ട് ശരത്തിന് എനിക്കറിയാമെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. ശരത്ത് എന്ത് ചെയ്യണമെന്നുള്ളത് ശരത്താണ് തീരുമാനിക്കുന്നത്, അല്ലേ? അതെ. അപ്പം ശരത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ശരത്തിന് നിലനിൽക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കരുത് ഞാനൊരിക്കലും. അതല്ലേ നല്ല ബന്ധം. അതെ, അതായത് ആക്ച്വലി ഇപ്പം രണ്ടുപേര് തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ സ്വാധീനിക്കരുത്. ആ സ്വാധീനിക്കുമ്പോഴാണ് ആക്ച്വലി അവിടെ എറർ വരുന്നത്. അതെ. ഇപ്പോൾ ഒരു സ്ത്രീ നമ്മളുടെ അടുത്ത് വരുന്നത്, അപ്പം നമ്മുടെ ശരീരത്തിൽ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടെങ്കിൽ അവളെന്ത് ചെയ്യാൻ? അതെല്ലാം ചെയ്യണ്ട, നമ്മുടെ ശരീരത്തിലല്ലേ ഉണ്ടായത്, ആണോ? അപ്പം അവളുമായിട്ടുള്ള ബന്ധമാണോ അത്? എൻ്റെ ശരീരത്തിൽ ലൈംഗികമായിട്ടുള്ള റോസലുണ്ടായെങ്കിൽ ഇത് അവളുമായിട്ടുള്ള ബന്ധമാണ്? അല്ല. അതെ, ഞാനുമായിട്ടുള്ള ബന്ധമാണ്. അപ്പം ഇതിനുടനെ നമ്മൾ നേരെ അവളുടെ ഭാഗത്തോട്ട് പോയാൽ ശരിയാവുമോ? ഇല്ല, ആകത്തില്ല. അപ്പം എന്നിൽ സെക്ഷൽ റോസലുണ്ടായി, എൻ്റെ ബോഡിയിൽ ഒരു ചേഞ്ച് ഉണ്ടായി. എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? എൻ്റെ സ്റ്റെബിലിറ്റിയിൽ നിൽക്കുക എന്നുള്ളതാണ്, അല്ലേ? എൻ്റെ സ്റ്റെബിലിറ്റിയിൽ നിൽക്കുക എന്നുള്ളതാണ്. എൻ്റെ സ്റ്റെബിലിറ്റിയിൽ അവിടെ ആ സ്ത്രീ വരുന്നതിന് മുമ്പ് എൻ്റെ ശരീരം എങ്ങനെയായിരുന്നു? എൻ്റെ കൺട്രോളിലായിരുന്നു, അല്ലേ? എൻ്റെ കൺട്രോളിൽ തന്നെ ഇരിക്കണം. ഇവിടെ നമ്മൾ ഇനി ശ്രദ്ധിക്കണേ, നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പെൺകുട്ടികളെ കാണുന്നുണ്ടല്ലേ? ഈ കാണുന്നവരെല്ലാം നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും തിരിച്ച് വീട്ടിലെത്തുന്ന? നമ്മൾ രോഗിയാവും, മനസ്സിലായ? നമ്മൾ രോഗിയാവും. അതുകൊണ്ടാണ് പലരും സ്വയം ഭോഗം ചെയ്യുന്നത്, മനസ്സിലായ? അതുകൊണ്ടാണ് പലരും സ്വയം ഭോഗം ചെയ്യുന്നത്. അതുകൊണ്ടാണ്. പിടികിട്ടിയ? നമ്മളെന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മളിൽ നമുക്ക് വൃത്തിയായിട്ടിരിക്കാൻ പറ്റുന്നില്ല. കണ്ടതിനെയൊക്കെ കളിയാക്കുക. കാരണം കണ്ടതിനെ കളിയാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പുച്ഛിക്കുക, ആക്ഷേപിക്കുക, ഇതെല്ലാം മറ്റൊന്ന് നമ്മളെ സ്വാധീനിച്ചു. നമ്മുടെ ലക്ഷണമാണോ ആ കളിയാക്കുക എന്ന് പറഞ്ഞത്? നമ്മുടെ ലക്ഷണത്തിലുള്ളതാണോ? അല്ല. പുച്ഛിക്കുക നമ്മുടെ ലക്ഷണത്തിലുള്ളതല്ല, മനസ്സിലായ? ഇവിടെ എല്ലാം നമ്മളെ മറ്റൊന്ന് സ്വാധീനിച്ചു, അല്ലേ? അതെ. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു വീടില്ലാത്തത് കൊണ്ടാണ്. ഒരു വീട്ടിലാണിത് പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലേ? അതിനല്ലേ കുടുംബം എന്ന് പറയുന്നത്? അതെ, അതിനാണ് കുടുംബം എന്ന് പറയുന്നത്. വീട്ടിലാണിത് പ്രാക്ടീസ് ചെയ്യുന്നത്. വീട്ടിലിത് പെർഫെക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒത്തൊരുമയുണ്ടാവും.
അവിടെ ഒരുമയുണ്ടാവും, അല്ലേ? ഇപ്പൊ വീട്ടിലുള്ളവർ പരസ്പരം സ്വാധീനിക്കുന്ന ഒരു ഭാഗം, അച്ഛനമ്മ മക്കളെ സ്വാധീനിക്കുന്നുണ്ടല്ലോ. അപ്പം ആ ഭാഗം എങ്ങനെയാ റെക്കഗ്നൈസ് ചെയ്യുന്നത്? അല്ല, സ്വാധീനിക്കുമ്പോൾ നമുക്ക് തെളിച്ചമുണ്ടാകണം. തെളിച്ചമല്ലേ വേണ്ടത്? എന്നിട്ട് സ്വാധീനിച്ചിട്ട് എനിക്ക് കഷ്ടപ്പാടാണെങ്കിൽ അത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ആണോ അതോ വേറെ എന്തുമായിട്ടുള്ള ബന്ധമാണോ? മാതാപിതാക്കളെ കണ്ടെത്തണം, മനസ്സിലായോ? അതായത് മാതാപിതാക്കളെ കണ്ടെത്തണം, അല്ലെ കുട്ടികളെ മാതാപിതാക്കൾ കണ്ടെത്തണം. പ്രസവിച്ചുകൊണ്ട് കുട്ടിയായിട്ട് ബന്ധമായില്ല. കുട്ടിയായിട്ടുള്ള ബന്ധം എവിടെയാണുള്ളത്? ഹൃദയത്തിലാണുള്ളത്. ഒരു അമ്മയുടെ കുട്ടിയായിട്ടുള്ള ബന്ധം എവിടെയുണ്ട്? ഹൃദയത്തിലുണ്ട്. അത് ഹൃദയത്തിലുണ്ട്. അത് കുട്ടി എവിടെ ഇരുന്നാലും എങ്ങനെ ഇരുന്നാലും അമ്മയ്ക്കറിയാം കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന്. ഒരമ്മയ്ക്കറിയാം, റിയൽ അമ്മയ്ക്കറിയാം, ഹൃദയത്തിലറിയാം കുട്ടിക്ക് സമാധാനമാണ്. മനസ്സിലായോ? എന്നിലുണ്ട്, ഇതേ അമ്മ എന്നിലുണ്ട്. മനസ്സിലായോ? എൻ്റെ കുട്ടികൾക്ക് ആവശ്യമുള്ള സമയത്ത് കൃത്യമായിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യും. മനസ്സിലായോ? ഒരു സംശയം. ഇപ്പം എൻ്റെ കുട്ടികളെന്ന് പറയുന്നത് 1ഉം 2ഉം ഒന്നുമല്ല. മനസ്സിലായോ? 1ഉം 2ലും ഞാൻ എന്തോ അത് എൻ്റെ കുട്ടികളെന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് പ്രസവിച്ച കുട്ടികൾ മാത്രമല്ല. മനസ്സിലായി? എൻ്റെ മക്കളെന്ന് പറയുന്നത് എൻ്റെ ഹൃദയവുമായിട്ട് ആരെല്ലാം കണക്റ്റായി അവരെല്ലാം എൻ്റെ മക്കളാണ്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് മക്കളുടെ എണ്ണം കൂടുമ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടുന്നു. റെസ്പോൺസിബിലിറ്റി കൂടുമ്പോൾ എനിക്ക് ആശ്വാസം കൂടുന്നു. എൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടുമ്പോൾ എനിക്ക് ആശ്വാസം കൂടുന്നു. അപ്പം സാറേ, ബന്ധത്തിൽ എറർ വരുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ രണ്ടായിട്ട് നിൽക്കുന്നു, അവിടെയാണ് എറർ. അതെ, കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. കിട്ടിയ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ തുടരാൻ പറ്റുന്നില്ല. ആ അതെ, ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്നതല്ലേ നല്ലത്? റെസ്പോൺസിബിലിറ്റിയിൽ നിറഞ്ഞു നിൽക്കണം, എന്തല്ലേ? അല്ലാണ്ട് റെസ്പോൺസിബിലിറ്റി തോന്നിയ മാസം അതെൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യാം. അതല്ല എൻ്റെ അതെ, റെസ്പോൺസിബിലിറ്റിയിൽ നിറഞ്ഞു നിൽക്കണം. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ തന്നെ വീണ്ടും എടുക്കുകയാണ്. കാരണം അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അടുക്കളയിലുള്ള സംഭവങ്ങളെല്ലാം എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് എടുത്ത സാധനം തിരിച്ച് അവിടെ തന്നെ വെക്കുമല്ലേ? അതാണ് റെസ്പോൺസിബിലിറ്റിയുടെ ബ്യൂട്ടി. ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് ശ്രദ്ധയോടുകൂടി ആയിരിക്കും. അത് മെച്ചപ്പെട്ട് വരുമ്പോൾ നമ്മൾ തെളിച്ചമുള്ളവരായിട്ട് വരും. അല്ലാണ്ട് എങ്ങനെയാണ് തെളിച്ചമുണ്ടാകുന്നത്? ചെയ്യുന്ന പ്രവൃത്തി എന്തിനാണ്? നമ്മളെ മനോഹരമായിട്ട് അനുഭവിക്കാനല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എവിടെയാണ് ഇറസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് വരണത്? ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് എന്ന് പറയുന്ന ഭാഗം എടുക്കുമ്പോൾ നമുക്ക് വീടായിട്ട് തോന്നാനുള്ള കാരണം നമ്മളത് കൺസ്ട്രക്ട് ചെയ്ത് നമ്മളുടെ ഓണർഷിപ്പിൽ അത് രജിസ്റ്റർ ചെയ്തേക്കുന്നതുകൊണ്ടല്ല. ആ ഭാഗത്തിനുള്ളിലാണ് നമുക്ക് റെസ്പോൺസിബിലിറ്റിയിൽ നിൽക്കാൻ പറ്റുന്നത്. അതെ, ഇനി വീടിൻ്റെ വേറൊരു അർത്ഥം കൂടി എടുത്തു തരാം. വീടൊരു അന്തരീക്ഷമാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ. വീടെന്ന് പറയുന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഒരു ചെറിയൊരു മാനിഫെസ്റ്റേഷനാണ്. മനസ്സിലായോ? വീടെന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്, നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ സ്റ്റേറ്റാണ്. മനസ്സിലായോ? അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അവിടെ പെർഫെക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ അന്തരീക്ഷമായിട്ട് താതാമ്യം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അതാണ് വീടിൻ്റെ പ്രത്യേകത. മനസ്സിലായി? ആ വീടിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വൈബ്രേഷൻ റെസണേറ്റ് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് വീടിന് എന്ത് വേണം?
വീടിന് വാസ്തു വേണം. വീടിൻ്റെ വാസ്തുവിൻ്റെ ഭാഗം മനസ്സിലായ? വാസ്തു എന്ന് പറയുന്ന ഭാഗം പറയാം. അതെ അതെ, അതായത് നമ്മളുടെ ബോഡിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന വൈബ്രേഷൻസ് നമുക്ക് തിരിച്ചു കിട്ടണം, വേണ്ടേ? അത് ഡിഫ്ലക്റ്റ് ചെയ്ത് തോന്നിയാസം പോയി കഴിഞ്ഞാൽ കിട്ടുമോ? അതായത് നമ്മൾ ഇപ്പം അമ്പലത്തിലും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഡോം ഉണ്ടല്ലേ? ഈ ഡോം എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ബോഡിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന സംഭവം തിരിച്ച് നമ്മളിലോട്ട് തന്നെ വരും. മനസ്സിലായി? അത്രയേ ഉള്ളൂ. അതാണ് ഈ ഡോമിൻ്റെ ഭാഗം. അതായത് അന്തരീക്ഷം തന്നെയാണ് ഈ ഡോം. മനസ്സിലായി? അന്തരീക്ഷമായിട്ട് സിമിലറാണ്. മനസ്സിലായ? അതെ, അപ്പോഴല്ലേ നമ്മുടെ ബോഡി റെസൊണേറ്റ് ചെയ്യുന്ന ഭാഗം. മനസ്സിലായ? അതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. എപ്പോഴും പ്രവൃത്തി ശ്രദ്ധിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇത് പ്രവർത്തിച്ചു തോന്നിയാസം പോവും. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ റെസൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അടുക്കള, ഞാൻ വീണ്ടും പറയണം, അടുക്കളയിൽ വൃത്തി ചെയ്യുന്ന പ്രവൃത്തിക്ക് സർക്കുലർ മോഷൻ ഉണ്ടാകണം. ഇതെല്ലാം ഞാൻ ചെയ്ത പ്രവൃത്തിയാണ്. അതിനെല്ലാത്തിനും കണ്ടിന്യൂറ്റി ഉണ്ടാകണം. അതുകൊണ്ട് തോന്നിവാസം ചെയ്തിട്ടിട്ട് പോകരുതും. അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയാണ്. അടുക്കളയിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയാണ്. അതെല്ലാം ചെയ്യുന്ന പ്രവൃത്തി എല്ലാത്തിനും ഒരു സർക്കുലേഷൻ ഉണ്ടാക്കുകയല്ലേ? അല്ലേ? ആവർത്തിച്ച് പിന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ? അല്ലേ? ആവർത്തിച്ച് പിന്നെയും ഉപയോഗിക്കുമ്പോൾ അതിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതിൽ വൃത്തി വേണ്ടേ? അടുക്കള ഒരു ഭയങ്കര സൂപ്പർ ഇൻ്റലിജൻസ് മേഖലയാണ്. അടുക്കളയിൽ വൃത്തിയുണ്ടെങ്കിൽ ജീവിതത്തിൽ വൃത്തിയുണ്ട്. അടുക്കളയിൽ വൃത്തിയുണ്ടെങ്കിൽ ജീവിതത്തിൽ വൃത്തിയുണ്ട്. അടുക്കളയിൽ വൃത്തിയില്ലെങ്കിൽ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യാൻ താല്പര്യമില്ല, ഇഷ്ടമില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൂട്ടി, അത് കുടുംബം തകർന്നു പോകും. മനസ്സിലായി? ആ കുടുംബം തകർന്നു, ഒരു സംശയം വേണ്ട. മനസ്സിലായി? അടുക്കളയിൽ ആ ഇഷ്ടത്തോട് രുചിയോടുകൂടി ആഹാരം ഉണ്ടാക്കുന്നതാണ് കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം. മനസ്സിലായ? എന്തെങ്കിലും ഒപ്പിച്ചു കൊണ്ടുവരികയല്ല. മനസ്സിലായി? അവിടെ സ്നേഹത്തോടുകൂടി. മനസ്സിലായ? അവിടെ സ്നേഹത്തോടുകൂടി. മനസ്സിലായ?